ശോഭാ സുരേന്ദ്രനെയും എൻ ശിവരാജനെയും കുറ്റപ്പെടുത്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ട്. വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനമുണ്ടായി. സി കൃഷ്ണകുമാർ പാലക്കാട് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെന്നും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് തനിക്കുള്ള അംഗീകാരമെന്നായിരുന്നു 24നോട് സന്ദീപ് വാര്യരുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ എന്റെ സ്വാധീനം ഉണ്ടായി എന്നോ അല്ലെങ്കിൽ ഞാൻ വോട്ട് മറിച്ചു എന്ന് പറയുമ്പോൾ അതെനിക്കുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ബി.ജെ.പിയിൽ നിന്ന് എനിക്ക് അടർത്തിയെടുക്കാൻ സാധിക്കുന്ന വോട്ടുകൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഞാൻ പരസ്യമായി ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ ബി.ജെ.പിക്കാർ സാധാരണ ചെയ്യുന്നത് പോലെ രഹസ്യമായി പോയി വോട്ട് മറിച്ചയാളല്ല. പരസ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ചയാളാണ്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ വലിയ പടലപ്പിണക്കങ്ങളിലേക്കും പരസ്യ പ്രസ്താവനകളിലേക്കും ഒക്കെ അത് പോയിരുന്നു. ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ഇതിൽ പഠിച്ചു നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്താണ്? 7-8 തീയതികളിൽ എറണാകുളത്ത് വെച്ചിട്ട് ബി.ജെ.പിയുടെ ഭാരവാഹി യോഗം നടക്കുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് വേണ്ടി. ഇതിന് മുന്നോടിയായാണ് ഒരു റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. അതിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് പല ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ വോട്ട് മറിക്കലും അതോടൊപ്പം തന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ശോഭാ സുരേന്ദ്രനും 4 കൗൺസിലർമാർക്കും എതിരെ റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നാണ് കിട്ടുന്ന വിവരം. ശോഭാ സുരേന്ദ്രനും കൗൺസിലർ സ്മിതേഷും സ്ഥാനാർത്ഥിക്കെതിരായി പ്രവർത്തിച്ചു എന്നുള്ളത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നഗരസഭാ പരിധിയിൽ പ്രവർത്തനം മന്ദീഭവിപ്പിക്കാൻ ശ്രമം നടന്നു എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. പുറത്തുനിന്നെത്തിയവർ തങ്ങളുടെ വാർഡിൽ പ്രചാരണം നടത്തുന്നതിനെ ഈ ആരോപണ വിധേയരായ കൗൺസിലർമാർ എതിർത്തു. കാരണം ഈ കൗൺസിലർമാർ പ്രവർത്തനത്തിൽ പിന്നാക്കം പോയപ്പോൾ പുറത്തുനിന്നും വന്ന ബി.ജെ.പിയുടെ നേതാക്കൾ അവിടെ പ്രചാരണത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ അതിന് ഈ കൗൺസിലർമാർ അനുവദിച്ചില്ല. ഇതാണ് ഒരു ആരോപണം. കണ്ണാടി പഞ്ചായത്തിൽ വോട്ട് മറിക്കാൻ ശ്രമം നടന്നു എന്ന് തെളിവ് സഹിതമാണ് നൽകിയത്. 160 വോട്ടുകളുടെ കണക്ക് കൃത്യമായി അവർ പറയുന്നുമുണ്ട്. ഒരു പഞ്ചായത്ത് ഭാരവാഹിയുമായി ഒരു മുതിർന്ന നേതാവ് നടത്തിയ ഫോൺ സംഭാഷണം പുറത്തായതോടെ ജാഗ്രത പാലിക്കാനായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനം ഉണ്ടായി എന്നാണ് പറയുന്നത്. അത് സ്മിതേഷിനെ കൂട്ടിക്കെട്ടിയാണ് ഈ സ്വാധീനം സന്ദീപിൻ്റെതായി ഉണ്ടായി എന്ന് പറയുന്നത്. പരസ്യ പ്രസ്താവനയുടെ പേരിൽ എൻ ശിവരാജനെതിരെയും ആരോപണങ്ങൾ ഉണ്ട്. പാലക്കാട് സി കൃഷ്ണകുമാർ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു എന്നും ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടാവുന്ന പരമാവധി വോട്ടുകൾ കിട്ടിയെന്നും ബി.ജെ.പി സംസ്ഥാന ഘടകം പറയുന്നുണ്ട്. ഇതിനെ ഉൾക്കൊള്ളണോ തള്ളണോ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. 7-8 തീയതികളിൽ ബി.ജെ.പിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് ഈ റിപ്പോർട്ട് കാരണമാകുമോ എന്നും കാത്തിരുന്ന് കാണാം. ശ്രീകാന്ത്, ഇതിലിപ്പോൾ സ്ഥാനാർത്ഥി ശരിയായില്ല എന്ന തരത്തിലേക്ക് പലയിടങ്ങളിൽ നിന്ന് പ്രതികരണം വരുന്നു. അതിൽ നഗരസഭാധ്യക്ഷി ഉൾപ്പെടെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതെല്ലാം പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു പാലക്കാട്ടിന് സി കൃഷ്ണകുമാർ എന്നതിലേക്ക് തന്നെയല്ലേ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നത്? സംസ്ഥാന നേതൃത്വം അക്കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പരസ്യമായി വാർത്താ സമ്മേളനം വിളിച്ചു തന്നെ അതവർ പറഞ്ഞതാണ്. കാരണം ഇവിടെ നിന്നും 3 പേരുടെ ലിസ്റ്റാണ് കൊടുക്കുന്നത്. അവിടെ പാർലമെന്ററി ബോർഡ് ചർച്ച ചെയ്യും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുണ്ട്. അവരാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അതിനാൽ ഈ സ്ഥാനാർത്ഥി കൊള്ളില്ല എന്ന് സംസ്ഥാന നേതൃത്വത്തിന് എഴുതാൻ പറ്റില്ല. അങ്ങനെ ഒരു റിപ്പോർട്ടും സമർപ്പിക്കാൻ പറ്റില്ല. അത് സ്വാഭാവികമാണ്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാലും മനസ്സിലാകും. അതുകൊണ്ട് ഇതിനപ്പുറം അവർക്ക് ഈ റിപ്പോർട്ടിൽ വെക്കാൻ കഴിയില്ല. സ്ഥാനാർത്ഥി നല്ലതാണ്, മികച്ച രീതിയിൽ ഉള്ള സ്ഥാനാർത്ഥിയാണെന്നേ പറയാൻ സാധിക്കൂ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് മുൻപിൽ ഇവർ സമർപ്പിച്ച റിപ്പോർട്ടിൽ നിന്നും തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥി കൂടിയാണ്. ഇനി ഇതിന്മേൽ ചർച്ച വരുമ്പോഴാണ് ആക്ഷേപമുണ്ടെങ്കിൽ ഉന്നയിക്കാൻ പറ്റുക. അത് 7-8 തീയതികളിൽ എറണാകുളത്താണ്. എതിർഭാഗത്തുള്ളവർക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്നത് ആ യോഗത്തിൽ മാത്രമാണ്. ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ അവർക്ക് റോളില്ല. അതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ സംസ്ഥാന നേതൃത്വം പരിശോധിച്ച് അത് പഠിച്ച് നൽകിയ റിപ്പോർട്ടിലുള്ളത്. ശോഭാ സുരേന്ദ്രൻ ഒപ്പം സന്ദീപ് വാര്യർ തുടങ്ങിയ ഘടകങ്ങളൊക്കെയാണ് അതിന് കാരണമായത്. കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി പാലക്കാടിനെ സംബന്ധിച്ച് മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു എന്നത് ഒരിക്കൽ കൂടി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു.